സൂര്യ നടൻ സൂര്യ ഇന്നലെ രാത്രി എത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി എത്തിയിരുന്നില്ല. രാവിലെ ശ്രീനിവാസനെ ഒരു കാണാൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് നടൻ സൂര്യ. ഒട്ടുമിക്ക എല്ലാ താരങ്ങളും ഇന്നലെയും ഇന്നുമായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഇന്നലെ തന്നെ എത്തി. സത്യനന്ദിക്കാട് അടക്കം ഇന്നലെ ഒരുപക്ഷെ ആ ടൗൺ ഹാൾ കണ്ട ഏറ്റവും വേദനാജനകമായ കാഴ്ച മമ്മൂട്ടി, മോഹൻലാലും സത്യനന്ദിക്കാടും ദീർഘനേരം ആ ടൗൺ ഹാളിൽ ശ്രീനിവാസൻ അടുത്തിരിക്കുന്ന ആ കാഴ്ച, മിണ്ടാതെ ഇരിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. ഇപ്പോൾ നടൻ സൂര്യ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്നലെ കമൽഹാസൻ അടക്കമുള്ളവർ, രജനീകാന്ത് അടക്കമുള്ളവർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് നമ്മൾ കണ്ടു. കമൽഹാസൻ പറഞ്ഞത് ഒരേ സമയം തന്നെ എൻ്റർടൈൻ ചെയ്യാനും ഒരേ സമയം തന്നെ പ്രൊവോക്ക് ചെയ്യാനും ഒരേ സമയം തന്നെ എൻലൈറ്റൻ ചെയ്യാനും ഉത്ബുദ്ധരാക്കാനും ആനന്ദിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും കഴിയുന്ന അപൂർവ നടന്മാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ അപൂർവ പ്രതിഭകളുള്ള ഒരാളാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നുണ്ടായിരുന്നു കമൽഹാസൻ. കെ ആർ ഗോപീഷൻ ചെയ്തു. ജി കെ, സൂര്യ ഇന്നലെ രാത്രി വരുമെന്നെന്തോ ആണ് ആദ്യം അറിയിച്ചിരുന്നത്. സൂര്യ അടക്കം ഉള്ളവർ അങ്ങോട്ടേക്ക് എത്തി രാവിലെ തന്നെ ആദരമർപ്പിക്കുകയാണ്. ഗോപി. ഹഷ്മി, ചലച്ചിത്ര മേഖലയിലെ ഏതാണ്ട് എല്ലാ വ്യക്തികളും ഇതിനോടകം തന്നെ ശ്രീനിവാസന് ആദരമർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ചലച്ചിത്ര താരം, തമിഴ് സൂപ്പർ താരം സൂര്യ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി സൂര്യ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ അദ്ദേഹം ശ്രീനിവാസനെ അവസാനമായി കണ്ട് ആദരമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. നമുക്കറിയാം, എല്ലാ ഭാഷയിലുമുള്ള ചലച്ചിത്ര മേഖലയിലെ വിവിധ വ്യക്തിത്വങ്ങളുമായി വളരെ വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ച ആളാണ് ശ്രീനിവാസൻ. പ്രത്യേകിച്ച് തമിഴ് സിനിമാ മേഖലയുമായി അദ്ദേഹത്തിന് വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ നടൻ സൂര്യ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കണ്ടനാട്ടിലെ ശ്രീനിവാസൻ്റെ വസതിയിൽ എത്തി അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ്. നടൻ സൂര്യയാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഇന്നലെ കണ്ടനാട് വീടിന് അകത്ത് നമ്മൾ നിൽക്കേണ്ട കാഴ്ചകളൊക്കെ സങ്കടത്തിൻ്റെ കാഴ്ചകളായിരുന്നു. അദ്ദേഹത്തിന് ധ്യാനൊക്കെ വരുന്നു. ശരിക്കും ധ്യാനമൊക്കെ നമ്മൾ ചിരിച്ചു മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരാളാണ് ധ്യാനെ ചിരിക്കാത്ത മുഖത്തുള്ള ധ്യാനം നമ്മൾ കണ്ടിരുന്നില്ല. ഇന്നലെ അവിടെ അടുത്തിരിക്കുന്ന ധ്യാനമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ സങ്കടമായിരുന്നു. അച്ഛനാണ്, പിതാവാണ്. ഒരു തീർത്താൽ തീരാത്ത നഷ്ടമാണ്. സ്വാഭാവികമായും തീർത്താൽ തീരാത്ത ആഴത്തിലെ വേദന ഉറപ്പായും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ വേദനയൊക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കണ്ടനാട്ടെ വീട്ടിൽ. സൂര്യ ആണിപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. തമിഴ് സിനിമാ ലോകവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പഴയ അനുഭവങ്ങളിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും അവിടെ ദീർഘകാലം താമസിച്ചതും അവിടെ ഉണ്ടായ അനുഭവങ്ങളും അവിടെ തുടങ്ങിയ ദുശീലങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ശ്രീനിവാസൻ. കെ ആർ ഗോപീഷ് തുടരുന്നു. ഗോപി, സൂര്യ അല്പസമയത്തിനകം മടങ്ങുകയല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബാക്കി എല്ലാവരും അവിടെ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം, വളരെ അടുത്ത ബന്ധുക്കളും മാത്രമുള്ള നിമിഷങ്ങളിലേക്കാണ് സൂര്യ വരുന്നത്, അല്ലേ? ഹഷ്മി, അതെ. ഇന്നലെ വീട്ടിലേക്ക് തിരികെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഈ സമീപ പ്രദേശത്തുള്ള ആളുകളും അയൽവാസികൾ, അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ്റെ ഈ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. അതിനുശേഷം കുടുംബത്തിനോടൊപ്പം ഉള്ള നിമിഷങ്ങളായിരുന്നു. മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഈ വീടിന് പുറത്താണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടായിരുന്ന ആ നിർദ്ദേശം അതുപോലെ പാലിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ശരീരത്തിനൊപ്പം ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ചലച്ചിത്ര താരം സൂര്യ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം ഉടൻ തന്നെ മടങ്ങും. ഇപ്പോൾ അദ്ദേഹം തിരികെ മടങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂര്യ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം മടങ്ങുകയാണ്. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ? നടൻ സൂര്യ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. ഒരു പ്രതികരണത്തിൽ സൂര്യ തയ്യാറാകുമോ എന്ന കാര്യം അറിയില്ല. ഇന്നലെ രജനീകാന്ത് അടക്കമുള്ളവരുടെ പ്രതികരണം നമ്മൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. അന്തിമോപചാരം അർപ്പിച്ച നടൻ സൂര്യ മടങ്ങാണ്. ഇന്നലെ രജനീകാന്ത് അടക്കമുള്ളവർ, കമൽഹാസൻ അടക്കമുള്ളവർ തമിഴ് സിനിമയിലെ വലിയ തലപ്പൊക്കങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നൽകുകയും ശ്രീനിവാസനെ അനുസ്മരിക്കുകയും ചെയ്തു. ഒരു അനുസ്മരണം നടൻ സൂര്യ നടത്തുമോ എന്ന കാര്യം അറിയില്ല. ഇന്നലെ രാത്രിയോട് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്തുകൊണ്ടോ വൈകി. രാവിലെയാണ് സൂര്യ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചതായി ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്നത്. ഒരു അനുസ്മരണത്തിന് തയ്യാറെടുക്കുന്നുണ്ട് സൂര്യ. രജനീകാന്ത് ഇപ്പോൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ശ്രീനിവാസൻ പഠിച്ചത്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസൻ്റെ സീനിയറായിരുന്നു തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് വായിച്ച് കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ 2000 ശ്രീനിവാസൻ തിരക്കഥ എഴുതി അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന സിനിമ ചിത്രം കണ്ട പി വാസു അത് കാണാൻ രജനീകാന്തിനോട് പറയുന്നു.
രജനീകാന്ത് സിനിമ കണ്ടിട്ട് ഇറങ്ങി കരഞ്ഞ കാര്യമൊക്കെ ശ്രീനിവാസൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. വികാരധീനായി നോക്കുകയും കെട്ടിപ്പിടിക്കുകയും നീ എന്നെ കരയിച്ച് കളഞ്ഞു എന്ന് പറയുകയും ചെയ്ത കാര്യമൊക്കെ ശ്രീനിവാസൻ പറയുന്നുണ്ടായിരുന്നു. വളരെ അത്ര അടുത്ത ആത്മബന്ധം. എന്നാൽ ആത്മബന്ധങ്ങളൊക്കെ ശ്രീനിവാസൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പൊങ്ങച്ചമായി എവിടെയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. വലിയ ആത്മബന്ധമായിരുന്നു ഇവരുമായിട്ടൊക്കെ, രജനീകാന്തുമായിട്ടും കമലഹാസനുമായിട്ടും നടൻ സൂര്യയുമായിട്ടൊക്കെയുള്ള വലിയ ആത്മബന്ധമുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമക്കാരന്, ഉറപ്പായും എഴുത്തുകാരൻ എന്ന് തന്നെ പറയാമല്ലേ, അതെ, പ്രിയപ്പെട്ട തീർച്ചയായിട്ടും സാഹിത്യകാരൻ. ഞാൻ എഴുത്തുകാരനാണ്. ഇന്നലെ കരുതായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അതുകൂടെ പറയണം. அத்தனையும் சினிமாவில் நான் வர்றதுக்கு முன்னாடி இருந்து அவங்க எல்லாரும் இந்த நியூஸ் வந்த உடனே ரொம்ப சங்கடமாக இருந்தது, ரொம்ப கஷ்டமாக இருந்தது. ஸோ நேரில் வந்து வீட்டில் பார்க்கணும்னு ஆசைப்பட்டேன். அவரோட ஆத்மா சாந்தி அடையணும். அவரோட கான்ட்ரிபியூஷன், அவர் கற்றுக் கொடுத்தது, அவரோட எழுத்து, அவரோட சினிமாவில் அவர் கொடுத்த அத்தனை விஷயங்களும் வந்து எப்பவுமே நிரந்தரமாக எல்லார் மனசுலையும் ஞாபகம் இருக்கும். அவர் ஆத்மா சாந்தி அடையணும். நன்றி. സൂര്യ ഊർക്കാണ് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയുടെ ഒരു മഹാനടൻ്റെ, ഒരു വലിയ തിരക്കഥാകൃത്തിൻ്റെ ആകെ രണ്ട് സിനിമകളെ സംവിധാനം ചെയ്തുള്ളെങ്കിലും അത് കാലാതിവൃത്തിയായി എപ്പോഴും എല്ലാ ദിവസവും എന്നോണം മലയാളികളുടെ ജീവിതത്തിന് നിത്യഭാഗമായി തീർന്നു. അങ്ങനെ എത്ര സംവിധായകരുണ്ടെന്ന് അറിയില്ല. ആകെ രണ്ട് സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ആ സംവിധാനം ചെയ്ത സിനിമകൾ കൾട്ട് ക്ലാസിക് എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാൻ കഴിയുന്ന, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പക്ഷേ മലയാള സിനിമയുടെ ഒറ്റയാൾ ന്യൂ വേവ് എന്നൊക്കെ പറയാൻ കഴിയുന്ന എത്ര ഓർമ്മകൾ. ഒരു ശ്രീനിവാസൻ മരിച്ചതിന് ശേഷമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടതൊക്കെ പൊന്നാക്കിയ, അല്ലെങ്കിൽ ഓരോന്നും ഓരോരോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോണായി നിൽക്കുന്ന ഓരോ മാസ്റ്റർ പീസുകളായിരുന്നു ഓരോ സിനിമയും, ഓരോ തിരക്കഥയും എന്നൊക്കെ നമുക്ക് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ, രാത്രി കിടക്കും വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഈ രംഗങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പലപ്പോഴും പതറി നിൽക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു നർമ്മ മുഹൂർത്തം, ആ നമ്മുടെ അനുഭവത്തെ ആ നർമ്മ മുഹൂർത്തത്തോട് ചേർത്ത് വെച്ച് നമ്മളതിനെ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പരിഹരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പോയാൽ ഒരുപാട് സൗകര്യങ്ങൾ വേണം, പക്ഷേ ഇത്ര രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ആ നാടോടിക്കാറ്റിലെ ഡയലോഗ് ഓർമ്മ വരും അല്ലേ. AC വേണം, ഫ്രിഡ്ജ് വേണം, വാഷിംഗ് മെഷീൻ വേണം, പക്ഷെ പൈസ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും സാധാരണക്കാരൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച്, അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഒരു ചലച്ചിത്രകാരൻ എന്താണ് ചെയ്യേണ്ടത്, അതൊരു സന്ദേശമാക്കി മാറ്റുകയാണ്, മാതൃകയാക്കി മാറ്റുകയാണ് ഓരോ കഥാപാത്രങ്ങളും. സാധാരണഗതിയിൽ ഇത്തരം മഹാപ്രതിഭകളായ എഴുത്തുകാരൊക്കെ മടങ്ങുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായി വരും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ നാടിന് വേണ്ട രീതിയിൽ പൂർണ്ണാർത്ഥത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞോ എന്ന ചോദ്യം. ഉറപ്പായും 67-68 വയസ്സിൽ ശ്രീനിവാസൻ മടങ്ങുമ്പോൾ ആ ചോദ്യം ഉറപ്പായും ഉയരും. പക്ഷേ ചോദ്യം ഉയരുമ്പോൾ എനിക്ക് സ്മിത ഉറപ്പായും തോന്നിയത് ഇത് ഈ നാടിന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനഫ് പരമാവധി നൽകിയിട്ടാണ്. ഉറപ്പായും ശ്രീനിവാസൻ ഇനി സംഭാവനകൾ നൽകാനുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ചെറിയ കാലം കൊണ്ടാണെന്ന് ആലോചിക്കുന്നത്. അദ്ദേഹം ഇറ്റ്സ് ടു ഏർലി പോവാനുള്ള ഒരു വയസ്സൊന്നും അദ്ദേഹത്തിന്, എങ്കിൽ പോലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ആയുർദൈർഘ്യം ഒക്കെ വെച്ചിട്ട് 67-68 വയസ്സ് വലിയ പ്രായമൊന്നുമല്ല. പക്ഷേ ആ പ്രായത്തിനുള്ളിൽ നമുക്ക് എല്ലാ കാലത്തേക്കും ഓർത്തെടുക്കാൻ ഇനഫാണ്. ഒന്നും രണ്ടൊന്നുമല്ല, എല്ലാ കാലത്തും ഓർത്തെടുക്കാൻ നമ്മുടെ ജീവിതത്തോടെ എപ്പോഴും ഇഴചേർന്ന് അങ്ങനെ നിൽക്കുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ തന്നതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. ആ മടക്കം ശ്രീനിവാസൻ പോയാലും അദ്ദേഹത്തിൻ്റെ കാലാതിവൃത്തിയായ രചനകൾ അങ്ങനെ മരണമില്ലാതെ അമരമായി നിൽക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. നമുക്ക് GK അവിടെ തയ്യാറായിട്ടുണ്ട്. GK, സൂര്യ സംസാരിച്ചു. നമ്മൾ ആദ്യം അദ്ദേഹത്തിന് പ്രതികരണം കിട്ടില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ അദ്ദേഹം സംസാരിച്ചു, വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു അല്ലേ. അസ്മിത, സൂര്യ ഇപ്പോൾ ഈ സമയത്ത് സൂര്യ വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഇന്നലെ രാത്രി ഒരുപക്ഷെ സൂര്യ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ വസതിയിലെത്തി ശ്രീനിവാസനെ കണ്ട് അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് അദ്ദേഹം മടങ്ങുകയായിരുന്നു. സൂര്യ പറഞ്ഞത് നമ്മൾ കേട്ടു. അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീനിവാസൻ്റെ ചിത്രങ്ങൾ കാണാറുണ്ട്, അദ്ദേഹത്തിനെ വലിയ ആരാധനയോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നേരിൽ വന്ന് കാണണം എന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് താൻ ശ്രീനിവാസനെ ഇപ്പോൾ നേരിട്ട് വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയത് എന്നാണ് സൂര്യ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞാണ് സൂര്യ മടങ്ങിയത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, വസതിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ. ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും തന്നെ ശ്രീനിവാസനെ കാണാനും അദ്ദേഹത്തിന് ആദരമർപ്പിക്കാനുമായി ഇവിടേക്ക് എത്തിയിരുന്നു. ചലച്ചിത്ര താരം സൂര്യ അല്പം മുൻപ് ഇവിടെ വന്ന് അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു. സ്മിത.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.